അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരിമാരെ, അള്ളാഹുവിന്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് ഹിമായ സംഘടിപ്പിക്കുന്ന ഒരുപാട് തിരിച്ചറിവുകളും മനസ്സിന് സമാധാനവും മാനസിക ശക്തിയും നമുക്ക് പകർന്നു നൽകുന്ന, ഇഹലോകത്ത് സന്തോഷവും പരലോകത്ത് സ്വർഗവും നേടിയെടുക്കാൻ ഉതകുന്ന ഹിമായുടെ ദർസിന്റെ മറ്റൊരു ക്ലാസ്സിൽ പങ്കെടുക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമാ. അല്ലാഹു ഈ ഒരു കൂടിയിരുത്തം സ്വാലിഹായ കർമ്മമായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ പഠിപ്പിക്കപ്പെടുന്ന പാഠങ്ങൾ കേട്ടുപോകുന്നതിനപ്പുറത്ത് ജീവിതത്തിന്റെ ഭാഗമാക്കാനും അതിലൂടെ സന്തോഷവും സമാധാനവും നേടിയെടുക്കാനും റഹ്മാനായ റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം വീട്ടുജോലികൾ എങ്ങനെ ആസ്വാദ്യകരമാക്കാം എന്നുള്ളതാണ്. പലപ്പോഴും ഒരുപാട് സഹോദരിമാർ മനസ്സിലൊരു സ്ട്രെസ്സായി, ടെൻഷനായി കൊണ്ടു നടക്കുന്ന സംഗതിയാണ്, എന്റെ ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോകേണ്ടതാണ്, ഈ വീട്ടുജോലികളിൽ ഞാൻ തളച്ചിടപ്പെട്ടിട്ടുണ്ട്, എനിക്കൊരാശ്വാസം, എനിക്കൊരു സന്തോഷം പലപ്പോഴും കിട്ടുന്നില്ല, ഈ ചെയ്ത കാര്യങ്ങൾ തന്നെ എന്നും തിരിച്ചും മറിച്ചും ചെയ്യുക, എന്താ എന്റെ ജീവിതം ഇങ്ങനെ? മറ്റു പലരെയും നോക്കുമ്പോൾ അവർക്കൊക്കെ ഒരുപാട് സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് ഞാൻ ജീവിതത്തിൽ കാണുന്നത്. പ്രത്യേകിച്ച് സ്റ്റാറ്റസുകളിൽ, സോഷ്യൽ മീഡിയകളിൽ, മറ്റുള്ളവരോടുള്ള സംസാരങ്ങളിൽ അവരുടെ ജീവിതത്തിന്റെ സൗകര്യവും അവർ ജീവിതത്തിൽ അനുഭവിക്കുന്ന സന്തോഷങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ എന്റെ ജീവിതം പടച്ചോൻ ഇങ്ങനെയാണ് വിധിച്ചിട്ടുള്ളത് എന്ന് റഹ്മാനായ റബ്ബിനെ കുറിച്ച് നെഗറ്റീവ് ചിന്തയിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇൻഷാ അല്ലാഹ്, അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന നിലക്കാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക് കൈകാര്യം ചെയ്യുന്നത്. എന്താണോ നിങ്ങളെപ്പോലെയുള്ള സഹോദരിമാർക്ക് അവരുടെ ജീവിതം ചിട്ടപ്പെടുത്താനും ഏറ്റവും നല്ല രീതിയിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനും ഈമാനോടെ മരണപ്പെടാനും എന്തെല്ലാം വേണം, ആ കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ദർസിൽ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ റെഡി ആണെന്നില്ല ഇൻഷാ അല്ലാഹ് ആർന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ, മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. ഒന്നാമത്തത്, നമ്മുടെ
നിയ്യത്ത് നന്നാക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഒരു അടിസ്ഥാനം. നമ്മൾ ഒരു വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. ഏതൊരു വിഷയവും എത്ര നമ്മൾ ത്യാഗം സഹിക്കാനും എത്ര നമ്മൾ പ്രയാസപ്പെട്ട് ചെയ്യാനും നമുക്കൊരു പ്രേരണ കിട്ടുന്നത് എപ്പോഴാ? അതുകൊണ്ടുള്ള നേട്ടം എനിക്ക് എന്താണ് എന്ന് ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കുമ്പോഴാണ്. ശരിക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ എടുക്കുമ്പോൾ ഒരുപാട് പ്രതിഫലം നമുക്ക് ഇൻഷാ അല്ലാഹ് അതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതിനുള്ള അവസരമാണ് റഹ്മാനായ റബ്ബ് എനിക്ക് നൽകിയിട്ടുള്ളത് എന്ന ഒരു നല്ല ചിന്തയാണ് പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നമുക്കുണ്ടാകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിയ്യത്തിന്റെ അടിസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞ ഹദീത്താണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അല്ലാഹു കർമ്മങ്ങളെ എങ്ങനെയാണ് പരിഗണിക്കുക? ബിന്നിയാത്ത്, അത് ഉദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഓരോ ആളുകളും എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അവർക്ക് കിട്ടും. നമ്മൾ ഓരോ കാര്യങ്ങൾ രാവിലെ എഴുന്നേറ്റത് മുതൽ നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, അതേപോലെ തന്നെ നമ്മൾ മുറ്റമടിച്ചോരുന്നു, അതുപോലെ തന്നെ നമ്മൾ വസ്ത്രം അലക്കുന്നു, നമ്മൾ നമ്മുടെ വീട് വൃത്തിയാക്കുന്നു, തുടക്കുന്നു, മക്കൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നു, ഭർത്താവിന് വേണ്ട കാര്യങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്നു, വസ്ത്രം അയൺ ചെയ്യുന്നു, വസ്ത്രം മടക്കി വെക്കുന്നു. ഇങ്ങനെ നമ്മൾ എന്തൊക്കെ വീട്ടുജോലികളായി നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് നമുക്ക് നല്ല ഉദ്ദേശം കൊണ്ട് നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ പറ്റും. ഒരുപാട് ആളുകളുടെ വിചാരം എന്താ വെച്ചാൽ ഇബാദത്ത് എന്ന് പറഞ്ഞ നിസ്കാരം മാത്രമേ ഉള്ളൂ. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണം ചെയ്യലാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നോമ്പെടുക്കലാണ്, സക്കാത്ത് കൊടുക്കലാണ്, ഉംറ ചെയ്യലാണ്. അതൊക്കെ അടിസ്ഥാന ഇബാദത്തുകളാണ്. ശരിക്കും മനസ്സിലാക്കണം, അതൊക്കെ അടിസ്ഥാന ഇബാദത്തുകളാണ്. ഇബാദത്ത് മഹ്ള് എന്ന് പറയും, തനിച്ച ഇബാദത്താണത്. എന്നാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ നിങ്ങൾ വീട്ടിൽ ജോലി ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ നല്ല ഉദ്ദേശം കൊണ്ട് നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ പറ്റും. രണ്ട് നിബന്ധനയാണ് അതിലുണ്ടാകേണ്ടത്. ഒന്ന്, നമ്മുടെ മനസ്സിൽ ആ ഒരു ഉദ്ദേശം എപ്പോഴും ഉണ്ടാകണം. രണ്ടാമത്തത്, ആ ഉദ്ദേശത്തിന് എതിരായ വാക്കുകൾ നമ്മുടെ നാവിലൂടെ കടന്നു വരാൻ പാടില്ല. അതെ, മാതാപിതാക്കളുടെ പരിചയം ഒക്കെ അതിൽ വരുന്ന സംഗതിയാണ്, പുണ്യമുള്ള സംഗതിയാണ്. നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയെ ശപിച്ചുകൊണ്ട്, നെഗറ്റീവാക്കി പറഞ്ഞുകൊണ്ട്, മോശപ്പെട്ട രീതിയിൽ ആ സംഗതിയെ നമ്മൾ എടുത്തു പറയുമ്പോൾ അവിടെ നമുക്ക് കൂലി നഷ്ടപ്പെടുകയാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുപാട് പ്രതിഫലം അതിലൂടെ നേടിയെടുക്കാൻ പറ്റും. ഞാൻ എന്തിനാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്? ഇസ്ലാം ഏറ്റവും പുണ്യമായി പഠിപ്പിച്ച സംഗതിയാണ് ഇത്ആമു ത്വആം, ഭക്ഷിപ്പിക്കുക എന്നുള്ള സംഗതി.
ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ഭക്ഷിപ്പിക്കുക എന്നുള്ള സംഗതി ഇസ്ലാം ഒരുപാട് ഹദീത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് വചനങ്ങളിൽ പഠിപ്പിച്ച സംഗതിയാണത്. പുണ്യമായി പഠിപ്പിച്ച സംഗതിയാണത്. അതാണ് നമ്മൾ 3 നേരം അൽഹംദുലില്ലാ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ ഭർത്താവിനും നമ്മുടെ മക്കൾക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഒക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എത്ര വലിയ സംഗതിയാണ്! അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാൻ മാത്രം, അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാൻ മാത്രമുള്ള വലിയ ഒരു പുണ്യകർമ്മം. അതാണ് ഞാൻ ചെയ്യുന്നത് എന്ന ഒരു നീയത്ത് നമ്മുടെ മനസ്സിൽ വരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ, ഒരാൾ അള്ളാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ച് തന്റെ ഭാര്യയുടെ വായിൽ ഒരു ഉരുള വെച്ചു കൊടുക്കുന്നുവെങ്കിൽ അതുവരെ ആരാധനയാണ്, അതുവരെ പുണ്യമുള്ള കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കൂലി കൊടുക്കുന്ന സംഗതിയാണ്. അഥവാ അവിടെ നീയത്ത് വരുമ്പോ, അത് നമ്മുടെ മക്കളുടെ വായിൽ വെച്ച് കൊടുക്കുമ്പോൾ ആ നീയത്ത് നമുക്കുണ്ടെങ്കിൽ, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ വിളമ്പി കൊടുക്കുമ്പോ ആ നീയത്ത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ഇതെന്നെ എന്റെ റബ്ബ് ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണ്, എന്റെ റബ്ബ് ഏൽപ്പിച്ച അമാനത്താണ്, ഇതിലൂടെ ഞാൻ അള്ളാഹുവിന്റെ തൃപ്തിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അങ്ങനെ നീയത്ത് ക്രമീകരിക്കുമ്പോ ഒരു ദിവസം എത്ര ഇബാദത്താ നമ്മൾ ചെയ്യേണ്ടാകുക! എത്ര പുണ്യമാണ്! നമ്മളൊരു 80 വർഷം നമ്മൾ ആ നന്മ ചെയ്യുമ്പോ 80 വർഷം നമുക്കതിന്റെ കൂലി കിട്ടല്ലേ. പക്ഷെ പലപ്പോഴും പിശാച് നമ്മളെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോവുകയാണ്, ഇതിന്റെ കൂലി നഷ്ടപ്പെടുത്തുകയാണ്. മനസ്സിൽ ഒരു അത്തരത്തിലുള്ള ഇഖ്ലാസ് ഇല്ലാതെ, നിയ്യത്തില്ലാതെ പലപ്പോഴും എന്തൊക്കെയാണ് ചെയ്ത് തീർക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ? അല്ലെങ്കിൽ എല്ലാം ചെയ്തിട്ടും ആ പ്രതിഫലത്തെ ഇല്ലാതാക്കുന്ന വാചകങ്ങൾ നമ്മുടെ നാവിലൂടെ കടന്നു വരുന്നുണ്ടോ? അതാ നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ ഓരോരുത്തർക്കും അള്ളാഹു കൂലി ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ റഹ്മാനായ റബ്ബ് നൽകിയിട്ടുണ്ട്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റിള നേടുക എന്നുള്ളതാണ്, അള്ളാഹുവിന്റെ തൃപ്തി നേടുക എന്നുള്ളതാണ്, അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുക എന്നുള്ളതാണ്. അതിന് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയ സാഹചര്യങ്ങളാണത്. മക്കളെ വളർത്തുന്നത്, മാതാപിതാക്കളെ പരിചരിക്കുന്നത്, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്, വീട്ടു ജോലികൾ ചെയ്യുന്നതൊക്കെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഇബാദത്തുകളാക്കി എന്ന് നമ്മൾ കാണുന്നു. അവിടെ നമ്മൾ നീയത്ത് കൊണ്ടാണ് നമുക്കത് ഇബാദത്താക്കാൻ പറ്റുക. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇബാദാത്തു അഹ്ലിൽ ഗഫ്ലത്തി ആദാത്ത്. അശ്രദ്ധയോടുകൂടെ ജീവിക്കുന്നവരുടെ ഇബാദത്തുകൾ വരെ ആദാത്താണ്, സാധാരണ ചെയ്യുന്ന ദിനചര്യകളാണ്. അങ്ങനെ പറഞ്ഞ ഇപ്പൊ മഗ്‌രിബ് ബാങ്ക് കൊടുത്തു, വൈകുന്നേരമാകുമ്പോ ഒരു ചായ വേണം. ഒരു 7 മണിയായി കഴിഞ്ഞാൽ, ഒരു 6 മണിയായി കഴിഞ്ഞാൽ എനിക്ക് എണീറ്റ ഉടനെ ഒരു ചായ വേണം. ആ ചായ കുടിക്കുക എന്നുള്ളത് എന്താ? അത് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു റുട്ടീനായി മാറിയ സംഗതിയാണ്, ഒരു ചര്യയായി മാറിയ സംഗതിയാണ്. ഇതേപോലെ ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ പോകുന്നു, നിസ്കരിക്കുന്നു. നമ്മുടെ മനസ്സിൽ അള്ളാഹുവിന്റെ പ്രീതിയും പ്രതിഫലമൊന്നും ആഗ്രഹിക്കണില്ല. അതൊരു ഓട്ടോമാറ്റിക് സിസ്റ്റം ആയിട്ട് ഇങ്ങനെ പോകുന്നുവെങ്കിൽ, ഒരു ചായ കുടിക്കുന്നത് പോലെ, 7 മണിക്കൊരു ചായ കുടിക്കുന്നത് പോലെ, അല്ലെങ്കിൽ 4 മണിക്കൊരു ചായ കുടിക്കുന്നത് പോലെ നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ നിസ്കാരവും അതേപോലെയാകുന്നുവെങ്കിൽ അത് ശരിക്കും ഇബാദത്തല്ല, അത് ആദാത്താണ്, അതൊരു ചടങ്ങാണ്, അല്ലെങ്കിൽ ഒരു ദിനചര്യയാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന സാധാരണ ഒരു കാര്യം, കൂലിട്ടാത്ത സാധാരണ ഒരു കാര്യം മാറും. അതാണ് അഹ്ലുൽ ഗഫ്ലന്റെ ഒരു ഗഫ്ലത്തോടുകൂടെ, അശ്രദ്ധയോടുകൂടെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ
എന്തൊക്കെ ചെയ്തു പോകുന്നു, എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു പോകുന്ന ഇബാദത്തിന്റെ കാര്യം പറയണേ. ഇബാദത്ത് തന്നെ എന്തൊക്കെയോ ഒരു സിസ്റ്റായിട്ട് ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി അങ്ങനെ കൊണ്ടുകൊണ്ട് ഒരു നിയ്യത്തോ ഇഖ്ലാസോ ഒന്നും അവരുടെ മനസ്സിൽ വരുന്നില്ല എങ്കിൽ ആ ഇബാദത്തായിട്ട് അള്ളാഹ് കൂട്ടൂല, അത് ആദാത്താണ്. നിസ്കാരത്തെ കുറിച്ച് അതിലെങ്ങനെ ശ്രദ്ധ കിട്ടാൻ പറ്റും, നമ്മളെ ക്ലാസ് വരുന്നുണ്ട്. ഒരു വർക്ക്ഷോപ്പിന് ആ വിഷയത്തിൽ നമ്മൾ സംഘടിപ്പിക്കേണ്ടത്. റബ്ബ് തൗഫീഖ് നൽകട്ടെ. അതാണ് നമ്മളെ പോയിന്റ്. എന്നാൽ ശ്രദ്ധയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ വരെ, നമ്മൾ ഡ്രസ്സ് അലക്കുന്നു. ഇപ്പോ ഡ്രസ്സ് അലക്കുക എന്നുള്ള സംഗതി എന്താ? മുറ്റം അടിച്ചുവാരുക എന്നുള്ള സംഗതി എന്താ? അതൊക്കെ വൃത്തിയാക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് അത്തഹൂറു ശത്റുൽ ഈമാൻ, ഈമാനിന്റെ പകുതിയാണ് എന്ത്? വൃത്തിയാക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല യുഹിബ്ബുത് തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ, ശുദ്ധിയാക്കുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അപ്പൊ ഇഷ്ടമുള്ള റബ്ബിന്റെ ഇഷ്ടം കിട്ടാനുള്ള സംഗതിയാണ് ഓരോ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ആലോചിക്കാറുണ്ടോ? അങ്ങനെ ആലോചിച്ച പടച്ചോന്റെ ഇഷ്ടമാണ്, ശരിക്ക് ഇഷ്ടം കിട്ടണ ഒരു പണിയാണ് അൽഹംദുലില്ലാ ഞാൻ ചെയ്യാൻ പോണത് എന്ന നിയ്യത്തോടു കൂടെയാണോ നമ്മളത് ചെയ്യാറുള്ളത്? ആ നിയ്യത്ത് ശ്രദ്ധിക്കുന്ന ആളുകളുടെ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ, അടിച്ചുവാരുന്നു സാധാരണ ചെയ്യുന്ന സംഗതിയാണ്, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു സാധാരണ ചെയ്യുന്ന കാര്യമാണ്, അതെന്താകും? ഇബാദാത്ത്. അത് അവരുടെ നിയ്യത്ത് കൊണ്ട് ഇബാദത്തായി മാറും. അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. നിങ്ങൾ നോക്കി, ശരിക്കും അപ്പോഴാണ് നമ്മള് യഥാർത്ഥ അടിമകളായി മാറുന്നത്. നമ്മളൊക്കെ ഒരു ധാരണ എന്താ വെച്ചാൽ ജീവിതത്തിൽ നിസ്കാരം എന്നുള്ളതാണ് ഇബാദത്ത്. അങ്ങനെയല്ല. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും 24 മണിക്കൂറും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ നിയ്യത്ത് കൊണ്ട് നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ പറ്റും. അവിടെയാണ് നമ്മൾ ശരിക്ക് ഇബാദുള്ളയായി മാറുന്നത്, യഥാർത്ഥത്തിലുള്ള റഹ്മാനായ റബ്ബിന്റെ അടിമകളായി മാറുന്നത്. ഒരാൾ വരുന്നു, അയാളോട് നമ്മൾ സംസാരിക്കുന്നു, ആ സംസാരത്തിൽ റബ്ബിനോടുള്ള അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കുന്നത്. വീട്ടിലൊരു അതിഥി വരുന്നു, അതിഥിയെ നമ്മൾ ആദരിക്കുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അള്ളാഹ്ക്ക് ഇഷ്ടം, അള്ളാന്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കി. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ജീവിതം മുഴുവൻ അള്ളാഹുവിലുള്ള ഇബാദത്തിൽ കഴിച്ചു കൂട്ടുന്നു എന്ന ഒരു ഫീലിംഗിലേക്ക് നമ്മൾ എത്തും. ഞാനൊന്നും ചെയ്യണില്ല എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് മായും. അവിടെയാണ് നമുക്ക് റബ്ബിനെ ഓർക്കാൻ പറ്റുക. ഇല്ലെങ്കിൽ എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ റബ്ബിനെ ഓർക്കുന്നത്? കപട വിശ്വാസികളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, അവർ കുറച്ചു മാത്രമേ അള്ളാഹിനെ ഓർക്കുള്ളൂ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ശരിക്ക് ജീവിതത്തിൽ മുഴുവൻ അള്ളാഹുവിനെ ഓർക്കാൻ, റബ്ബിന്റെ സ്മരണയിൽ ജീവിക്കാൻ കഴിയുന്ന ആൾക്ക് ജീവിതത്തിൽ എന്തൊരു സമാധാനമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നാളെ പരലോകത്ത് സ്വർഗത്തിൽ എത്തുന്ന ആളുകൾക്ക് സങ്കടം ഉണ്ടാകുന്ന ഒരു സന്ദർഭമുണ്ട്. ശരിക്കും സ്വർഗത്തിൽ സങ്കടമില്ല, ദുഃഖമില്ലാത്ത സമാധാനം മാത്രമല്ല ലോകമാണ്. പക്ഷെ സ്വർഗത്തിലെ ആളുകൾക്ക് ഒരു സങ്കടം ഉണ്ടാകും. ആ സങ്കടം എന്താ വെച്ചാൽ, അവർ ദുനിയാവിൽ അള്ളാഹുവിനെ ഓർക്കാതെ കഴിഞ്ഞ സമയത്തെ കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കും അവർക്ക് സങ്കടം ഉണ്ടാകുക. സുബ്ഹാനല്ലാഹ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും അള്ളാഹിനെ ഓർക്കാത്ത സമയം ഉണ്ടാകൂലേ? ആ സമയത്തെ കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കും അവർക്ക് സങ്കടം വരുള്ളൂ. വേറൊരു സങ്കടം അവിടെ അല്ല. അവിടെയാണ് അള്ളാഹുവിനെ ഓർക്കാൻ, റഹ്മാനായ റബ്ബിനെ ഓർക്കാൻ നമുക്ക് ഇതിലൂടെ ഒക്കെ കഴിയണം. നമ്മൾ എന്തൊരു കർമ്മം ചെയ്യുമ്പോഴും, വീട്ടിലത്തെ ഏത് ജോലി ചെയ്യുമ്പോഴും, ഇതെന്റെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം.
നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ ഉപ്പമാർ, അവര് ജോലിക്ക് വേണ്ടി പോകുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ്, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജോലി ചെയ്യാൻ പോണത്, ഞാൻ സമ്പാദിക്കാൻ പോണത്. അങ്ങനെ നീയത്തോട് കൂടെ പോകുമ്പോ അവർ അള്ളാന്റെ മാർഗത്തിലാണ് എന്നുള്ളതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ വീട്ടിലിരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ അള്ളാന്റെ മാർഗത്തിലാണ്, നമ്മൾ സൽക്കർമ്മങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീയത്തുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളിങ്ങനെ അധ്വാനിക്കാൻ വേണ്ടി, ജോലി ചെയ്യാൻ വേണ്ടി പോണത് കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെങ്ങനെ നോക്കി, സഹാബികളും അയാളെ നോക്കി. അയാൾ നല്ല ആരോഗ്യമുള്ള ആളാണ്. അപ്പൊ സഹാബികൾ അയാളെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് അയാളുടെ ഈ പോക്ക്, അദ്ദേഹത്തിന്റെ പോക്ക് യുദ്ധത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു, ജിഹാദിന് വേണ്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ, അള്ളാന്റെ മാർഗത്തിലാണ് പോകുന്നതെങ്കിൽ എത്ര നല്ലതായിരുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞറിയോ, ആരെങ്കിലും അധ്വാനിക്കാൻ വേണ്ടി, തങ്ങളുടെ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിനെ പോറ്റാൻ വേണ്ടി ജോലിക്കാണ് പോകുന്നതെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അവൻ അള്ളാന്റെ മാർഗത്തിലാണ്. മൈൻഡ് സെറ്റ് മാറ്റി കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റുമ്പോഴാണ്, സ്വാഭാവികമായിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ നമുക്ക് കഴിയുള്ളൂ. മനസ്സിലായോ? ഒരു നല്ല കാര്യം ചെയ്യുമ്പോ ഇതിനൊക്കെ എനിക്ക് എന്റെ റബ്ബ് കൂലി തരുമെന്ന ഒരു ആസ്വാദനമാണ്. ഇപ്പൊ റമളാൻ വരുമ്പോ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ദീർഘനേരം നമ്മൾ തറാവീഹ് നമസ്കരിക്കുന്നു, വിശുദ്ധ ഖുർആൻ ഖത്തം തീർക്കാൻ വേണ്ടി മണിക്കൂറുകളോളം നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നു. പ്രത്യേകിച്ച് അവസാനത്തെ 10 അതീവ പരിശ്രമം നമ്മൾ നടത്തുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനാ? ഇതിനൊക്കെ റിസൾട്ട് ഉണ്ടാകും, ഇതിനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കൂലി തരുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന ചിന്തയാണ്. അതേ ചിന്തയാകണം നമുക്ക് വീട്ടിലെ ജോലികൾ ചെയ്യുമ്പോഴും, മക്കളെ പഠിപ്പിക്കാനിരിക്കുമ്പോഴും. ഇതൊക്കെ ഇബാദത്താണ്. ഇത് ഞാൻ എന്റെ റബ്ബ് എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ് ഞാൻ നിർവഹിക്കുന്നത്. അള്ളാന്റെ തൃപ്തിയാണ്, റബ്ബിന്റെ പ്രീതിയാണ് എന്റെ മനസ്സിൽ ഞാൻ കൊണ്ടുവരുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഒരു ജസ്റ്റ് ഇങ്ങോട്ട് വരുന്ന സാധനമല്ല. ഇത് നമ്മൾ ബോധപൂർവം ആവർത്തിച്ച് നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ച് പരിശീലിപ്പിക്കേണ്ട സംഗതിയാണ്. റബ്ബ് തൗഫീഖ് നൽകട്ടെ. നമ്മൾ പ്രാർത്ഥിക്കേണ്ട സംഗതിയാണ്, നിരന്തരം പരിശ്രമിക്കേണ്ട സംഗതിയാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ അടിസ്ഥാനം. ഒന്ന് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ 2 ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഒരു കാര്യം കൂടി അതിൽ ആഡ് ചെയ്ത് പറയാനുണ്ട്. റുബ്ബ അമലിൻ സഗീറിൻ തുഅള്ളിമുഹു നിയ്യ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്, റുബ്ബ അമലിൻ സഗീറിൻ, എത്ര ചെറിയ കർമ്മങ്ങളാണ്, തുഅള്ളിമുഹു നിയ്യ, നിയ്യത്ത് കൊണ്ട് അത് വലിയ കർമ്മങ്ങളായി മാറും. കാണുമ്പോ ചെറിയ കാര്യമായിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാളിങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരു കൊമ്പ് കിടക്കണ കണ്ടു വഴിയില്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി ആഗ്രഹിച്ച ആളുകൾക്ക് ഇത് പ്രയാസം ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ കൊമ്പെടുത്ത് അയാൾ മാറ്റി. റസൂലുള്ളാഹി പറയണേ, അയാളെ ഞാൻ സ്വർഗത്തിൽ കണ്ടു. അയാൾ സ്വർഗത്തിൽ ഇങ്ങനെ സുഖിച്ചു കഴിയുന്ന അവസ്ഥയെ ഞാൻ കണ്ടു. എന്തേ കാരണം? ഒരു കൊമ്പെടുത്ത് മാറ്റി എന്നുള്ളതാണ്. ഒരു ഉപദ്രവം മാറ്റി കൊടുത്തപ്പോ. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അടിസ്ഥാനത്തിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ചെറിയ കർമ്മമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, പക്ഷെ നീയത്താണ് വരുന്നോടുകൂടി അത് വലിയ കർമ്മമായി അള്ളാഹുവിന്റെ അടുക്കൽ മാറും. അതേപോലെ തന്നെയാണ് വറുബ്ബ അമലിൻ കബീരിൻ, എത്ര വലിയ കർമ്മങ്ങളാണ് തുസഗിറുഹു നിയ്യ,
നീയത്ത് കൊണ്ട് അത് ചെറിയ കർമ്മങ്ങളായി മാറും. ചിലപ്പോൾ ഹജ്ജായിരിക്കും ഒരാൾ ചെയ്യണത്. എത്ര വലിയ കർമ്മമാണ് ഹജ്ജ്, എത്ര വലിയ കർമ്മമാണ് ഉംറ, എത്ര വലിയ കർമ്മമാണ് നിസ്കാരം, എത്ര വലിയ നന്മയാണ് സകാത്ത് കൊടുക്കൽ. ഇതൊക്കെ വലിയ വലിയ കർമ്മങ്ങളാണ്. പക്ഷെ അതിൽ നീയത്തില്ലെങ്കിലോ, അവിടെ ഇഖ്ലാസ് ഇല്ലെങ്കിലോ, അത് അള്ളാഹുവിന്റെ അടുക്കൽ സീറോയിലേക്ക് പോവുകയാണ്. ചെറിയ കർമ്മമായിട്ട് പരിഗണിക്കപ്പെടാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനം നീയത്ത് എന്നുള്ളതാണ്, ഇഖ്ലാസ് ഉണ്ടാകുക എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, നമുക്ക് നമ്മുടെ വീട്ടുജോലികൾ ആസ്വാദ്യകരമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, നമ്മൾ നന്മ കേൾക്കാൻ ആ സമയം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. പലപ്പോഴും നമ്മൾ വീട്ടിലത്തെ ജോലികൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് വരാറുണ്ട്, അമിതമായ ഒരുപാട് ചിന്തകൾ വരാറുണ്ട് അല്ലെ? എത്ര ആളുകൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്? ഫീൽ ചെയ്ത ആളുകളെ എഫ് ടൈപ്പ് ചെയ്യാം. റഷീദമ്മ പറയുന്നത് സത്യമാണ്, ഷാഹിനമ്മയും പറയുന്നുണ്ട്. അഥവാ നമ്മുടെ മനസ്സിൽ പിശാജ്, നമ്മുടെ മനസ്സിലേക്ക്, നമ്മിലേക്ക് പിശാജ് ഒരു എൻട്രി, പിശാചിനുള്ള ഒരു എൻട്രി എന്താ വെച്ചാൽ ഈ ഒരു മോശപ്പെട്ട ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. മോശപ്പെട്ട ചിന്തയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പിശാച് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മളെ എങ്ങനെയെങ്കിലും നിരാശയിലേക്ക് കൊണ്ടുപോകണം. ഇനിയിപ്പോ അത് ചെയ്യണല്ലോ, ഇത് ചെയ്യണല്ലോ, അത് ഇതാക്കണല്ലോ. അവിടെ എന്താ വെച്ചാൽ നമ്മുടെ മനസ്സ്, അതെ, നന്മ കേൾക്കുമ്പോൾ സമാധാനം ഉണ്ടാകും. നമ്മുടെ മനസ്സ് എൻഗേജ് ആക്കുക, നന്മയിൽ എൻഗേജ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ മൈൻഡ് പൂർണ്ണമായും നമ്മൾ ദീന് കേൾക്കാനുള്ള ഒരുപാട് അവസരം അൽഹംദുലില്ലാ പുതിയ കാലത്ത് നമുക്കുണ്ട്. പുതിയ കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഞാൻ അതിൽ ഒരു ഉദാഹരണമായിട്ട് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഒരു ആപ്പാണ് QMT. ആരെങ്കിലും ചാറ്റ് ബോക്സിൽ ഇട്ട് കൊടുക്കി QMT എന്ന് ടൈപ്പ് ചെയ്യുക. QMT, ഖുർആൻ മലയാളം തഫ്സീർ. നിങ്ങൾ ഇങ്ങനെ ഒരു ഇത് പ്ലേ സ്റ്റോറിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും. ഇതില് നമുക്ക് വിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ അടക്കം ഓഡിയോയായി കേൾക്കാൻ പറ്റും. ഇൻഷാല്ലാ അതെങ്ങനെയാണ് ഓഡിയോ നമുക്ക് കേൾക്കാൻ പറ്റുക എന്നുള്ളതിന്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ദർസിലെ ഗ്രൂപ്പിൽ നമുക്ക് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതിൽ പൂർണ്ണമായ എല്ലാ സൂറത്തുകളും ഇല്ല, പക്ഷെ എന്നാലും സൂറത്തുകൾ ഒരുപാട് സൂറത്തുകൾ അതിലുണ്ട്. അപ്പൊ നമുക്കതിന്റെ ഖുർആൻ ഓത്ത് കേൾക്കാൻ പറ്റും, അതിന്റെ അർത്ഥം കേൾക്കാൻ പറ്റും, അതിന്റെ വിശദീകരണം കേൾക്കാൻ പറ്റും. അതാണ് ഒന്നാമത്തെ ഒരു ആപ്പ്. രണ്ടാമത്തത് പീസ് റേഡിയോ. പീസ് റേഡിയോ എന്നുള്ളത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്പാണ്. അഥവാ ദീനിയായ ഒരുപാട് സംസാരങ്ങളുള്ള, ഒരുപാട് ആശ്വാസം നമുക്ക് സഹോദരിമാർക്കും അതുപോലെ തന്നെ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന സഹോദരങ്ങൾക്കൊക്കെ ആശ്വാസമായിട്ട് മാറിയ ഒരു സംവിധാനമാണ്. അതിൽ വ്യത്യസ്ത പ്രോഗ്രാമുകൾ, കുട്ടികളുടെ പ്രോഗ്രാം ഉണ്ട്, മുതിർന്ന ആളുകൾക്കുള്ള പ്രോഗ്രാം ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സംശയം ദൂരീകരിക്കുന്ന പ്രോഗ്രാമുകൾ ഉണ്ട്, വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമുള്ള പ്രോഗ്രാമുകളുണ്ട്, ദീൻ പഠിക്കാനുള്ള വിശദമായ സംഗതികളുണ്ട്. നമ്മൾ ജസ്റ്റ് 24 മണിക്കൂറും അതിൽ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മ്യൂസിക്കും ഇല്ലാതെ, ഒരു അനിസ്ലാമികമായ ഒരു സംഗതിയും അല്ലാതെ, ഒരു ഇസ്ലാമികമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കിട്ടണോ അതേപോലെ തന്നെ ഭൗതികമായിട്ടുള്ള ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അത്. ശരിക്കും അത് നമുക്ക് പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മളത് ഓണാക്കി നമ്മുടെ വീട്ടിൽ അത് ഓണാക്കി കേൾക്കൽ തുടങ്ങുമ്പോൾ നമ്മൾ അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പോണത്. മ്യൂസിക് ഇല്ലാത്ത ഇസ്ലാമികമായ ഗാനങ്ങൾ നമ്മൾ കേൾക്കുന്നു. ഞാൻ പറയുന്നത് മനസ്സ് എപ്പോഴും ഒരു പോസിറ്റീവിൽ നിൽക്കാൻ പറ്റിയ എപ്പോഴേച്ചാൽ മോശപ്പെട്ട ഒരു കാര്യം ചിന്തിക്കാനുള്ള ഒരു അവസരം അവിടെ ഇല്ല. കാരണം നമ്മളൊരു നന്മ കേട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഖുർആനിന്റെ അർത്ഥം കേട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ദീനിയായ സംഗതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? ഇതാണ് രണ്ടാമത്തെ മാർഗം. ഇതുപോലെ നമുക്ക് ഞാൻ ഓഡിയോ ഒന്ന്
സജസ്റ്റ് ചെയ്ത് പറയുന്നത് വെച്ചാൽ നമ്മൾ ഇങ്ങനെ കേട്ടി നമുക്ക് യൂട്യൂബിൽ പ്രഭാഷണം കേൾക്കാം, പക്ഷെ അത് നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് വേറെ വേറെ പിന്നെ സ്ക്രോൾ ചെയ്ത് പോകുന്ന അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടി ഇതാണെങ്കിൽ നമുക്ക് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം നമ്മുടെ ജോലി നടക്കും ചെയ്യും. നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ നിരന്തരം കേൾക്കാനും പറ്റും. അപ്പൊ രണ്ടാമത്തെ മാർഗം നന്മ കേട്ടുകൊണ്ടിരിക്കുക. അപ്പൊ നന്മ കേട്ട് ചെയ്യുമ്പോൾ നമ്മളാ ജോലിയുടെ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും കുറെ നമുക്ക് ഇല്ലാതാക്കാനും ഇപ്പോഴും ഒരു പോസിറ്റീവിൽ നിലനിൽക്കാനും എന്ത് ചെയ്യും, അത് കാരണമാകും. അതാണ് രണ്ടാമത്തെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ 3 ടൈപ്പ് ചെയ്യാം. ഓക്കെ, മാഷാഅല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. മൂന്നാമത്തത് സമയം ക്രമീകരിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു ജോലി എങ്ങനെ ചെയ്യാം? ഒരു ജോലി നമുക്കൊരു 3 മണിക്കൂർ ഉണ്ടെന്ന് വിചാരിക്കുക ഒരു ജോലി ചെയ്യാൻ. ഉച്ച വരെ നമുക്ക് ചെയ്യേണ്ട ഒരു ശരിക്ക് ചെയ്യാനൊരു അരമണിക്കൂർ കൊണ്ട് കഴിയുന്ന ജോലിയാണെങ്കിലും നമ്മുടെ മുമ്പിൽ ഉച്ച വരെ സമയമുണ്ട് എങ്കിൽ പലപ്പോഴും നമ്മളത് അങ്ങോട്ട് നീട്ടി വെച്ച് പിന്നെ പലപ്പോഴും അത് ലാഗ് ചെയ്ത് ഇങ്ങനെ പോകുന്ന അവസ്ഥ ഉണ്ടാകുക. എന്നിട്ട് പലപ്പോഴും നമുക്കത് ഓവർലോഡായി വരും. പല കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യേണ്ടുന്ന അവസ്ഥ പലപ്പോഴും വരും. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മൊബൈൽ ഫോൺ ആയിരിക്കും. നമുക്ക് കുറേ വർക്കുകൾ അവിടെ ഉണ്ടാകും, നമ്മൾ മൊബൈൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ജസ്റ്റ് അതൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും, അതിലാണ്ട് ക്ലിക്ക് ചെയ്ത് കുറേ സമയം പിന്നെ ഇങ്ങനെ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ പോയിട്ടുണ്ടാവും. കുറച്ചുവരെ ബാങ്ക് കൊടുക്കാനായാലോ, അല്ലെ? എത്ര ആളുകൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്? അപ്പൊ എല്ലാ സംഗതിയിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി വെച്ചാൽ നമ്മുടെ സമയം, ടൈം മാനേജ്മെന്റ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. നമുക്കൊരു ഷെഡ്യൂൾ ഉണ്ടാകണം. അതിൽ ഈ മൊബൈൽ ഫോൺ എന്നുള്ളത് നമ്മൾ വിളികളടക്കം നമ്മുടെ കോളിംഗ് അടക്കം ശരിക്കും അതിനനുസരിച്ച് സെറ്റ് ചെയ്യണം. നല്ല സൗകര്യമാണ്. അപ്പോ ചിലപ്പോ നമ്മൾ ജസ്റ്റ് ഒരു ഫോൺ വിളിച്ചിട്ടുണ്ടാവും, വിളിയിൽ തന്നെ ചിലപ്പോ 1 മണിക്കൂറൊക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ ആ വിളികളടക്കം നമ്മൾ അതിനനുസരിച്ച് പലപ്പോഴും സെറ്റ് ചെയ്താൽ നമ്മൾ അങ്ങോട്ട് വിളിക്കുന്ന വിളികൾ പ്രധാനമായിട്ട്, അല്ലെങ്കിൽ ഇങ്ങോട്ട് നമ്മൾ വിളിക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ അത്ര അത്യാവശ്യമില്ലാത്ത സംഗതിയാണ് നമ്മൾ പറയാം, ഞാൻ ഉച്ചയ്ക്ക് ശേഷം വിളിക്കാം, അല്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഇത് നമ്മുടെ വർക്കുകൾ കൃത്യമായിട്ട് ഓരോന്നിനും ഓരോ സമയം നിശ്ചയിച്ച് നമ്മൾ തീർക്കുക. കാരണം സമയത്തിന് വില ഉണ്ട് ജീവിതത്തിൽ. ആ വീട്ടുജോലികൾക്കിടയിലൊക്കെ നമുക്ക് റിലാക്സ് കിട്ടുന്ന ഒരു സമയം, വിശ്രമിക്കാനുള്ള ഒരു സമയം, അതേപോലെ തന്നെ ചില കാര്യങ്ങൾ ചില പാർട്ടുകളാക്കി ചെറിയ ചെറിയ പാർട്ടുകളാക്കിയിട്ട് വലിയ സംഗതിയാണെങ്കിൽ അങ്ങനെ പാർട്ടാക്കിയിട്ട് നമ്മൾ ചെയ്യാം. വെറും വീട്ടു സംഗതികൾ മാത്രമായി മാറരുത്. ചില ആളുകൾക്ക് സ്ട്രെസ് വരാനുള്ള കാരണം എന്താ വെച്ചാൽ ആകെയുള്ള സംഗതി എന്താ വെച്ചാൽ വീട്ടുജോലി ചെയ്യുക, പിന്നെ റിലാക്സ് കിട്ടാൻ വേണ്ടി മൊബൈൽ ഫോൺ ഉപയോഗിക്കുക. വീട്ടുജോലി ചെയ്യുക, റിലാക്സ് കിട്ടാൻ വേണ്ടി മൊബൈൽ ഫോൺ ഉപയോഗിക്കുക. അവിടെ 2 അപകടങ്ങളുണ്ട്. ഒന്നെന്താ വെച്ചാൽ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വെറും വീട്ടുജോലികൾ മാത്രം ചെയ്യുക എന്നുള്ളതല്ല. രണ്ടാമത്തെ ആപ്പ് പിന്നെ പീസ് റേഡിയോ നേരത്തെ ഞാൻ കാണിച്ചില്ലേ, അതാണ് ചോദിച്ചല്ലേ. പീസ് റേഡിയോ സ്ക്രീനിൽ കാണുന്നുണ്ടോ? പീസ് റേഡിയോ അത് ഇതിൽ കിട്ടും, പിന്നെ പ്ലേ സ്റ്റോറിലുണ്ട്. അപ്പൊ നമ്മൾ ഇത് മാത്രം എന്നുള്ളതല്ല, മറിച്ച് നമുക്ക് പിന്നെ നമ്മുടെ മനസ്സ് റിലാക്സ് ആകാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു ദിവസം കൂടുതൽ ചർച്ച ചെയ്യാം. നമ്മള് ഒരു നടത്തം അല്ലെങ്കിൽ ഒരു വ്യായാമത്തിനൊരു സമയം നമ്മൾ കാണണം. അതേപോലെ തന്നെ ഗുഡ് മാഷാ അല്ലാഹ്, അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തത് നമുക്ക് ദീന് കേൾക്കാനുള്ള ഒരു സമയം ഉണ്ടാകണം, ദീന് പഠിക്കാനുള്ള ഒരു സമയം ഉണ്ടാകണം, നല്ല പുസ്തകങ്ങൾ വായിക്കാനുള്ള ഒരു സമയം നമ്മൾ കാണണം. ഇങ്ങനെ ഇതൊക്കെ നമ്മളെ ഷെഡ്യൂളിൽ സമയം ക്രമീകരിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ഷെഡ്യൂളിൽ വരുമ്പോൾ
നമുക്കൊരു മനസ്സിക്കൊരു സന്തോഷം ഉണ്ടാകും. ഒന്ന്. രണ്ടാമത്തത് നമ്മള് പിന്നെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും. നമുക്ക് വീട്ടു ജോലിയുടെ സ്ട്രെസ് തീർക്കാൻ അതിനുള്ള ബദൽ സംവിധാനമായിട്ട് ഒരിക്കലും മൊബൈൽ ഫോൺ മാറാതിരിക്കുക എന്നുള്ളതാണ്. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഒരു താൽക്കാലികമായിട്ടൊരു ആശ്വാസം, ഒരു സുഖം കിട്ടാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ അത് മൊബൈൽ ഫോണിനെ ശീലമാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അത് മാത്രം സൊല്യൂഷനായി മാറും. അതിനു പകരം നമുക്കൊരു കുറച്ച് സമയം നമ്മൾ ഇന്ന സമയത്ത് ഞാൻ കുറച്ച് വായിക്കും. ഇനി മൊബൈൽ ഫോണിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പീസ് റേഡിയോ കേൾക്കുന്നു. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും സംഗതി, നമ്മൾ ചെടി നനക്കുന്നു. അത് ചില ആളുകൾക്കുള്ള ഹോബീസ് ആയിരിക്കും. ചില ആളുകൾക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന സംഗതി ആയിരിക്കും. ചില ആളുകൾ ടീച്ചേഴ്സ് ആയ ആളുകളുണ്ട്, ഓൺലൈൻ ടീച്ചേഴ്സ് ആയ ആളുകളുണ്ട്. അപ്പൊ അവരുടെ ക്ലാസ്സിനുള്ള ഒരുക്കായിരിക്കും. ഞാൻ പറഞ്ഞത് പിന്നെ നമ്മുടെ സമയം എന്ത് ചെയ്യണം, സമയം ശരിക്ക് ക്രമീകരിച്ചു പോകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കത് പിന്നെ ഒരു എല്ലാ നിലക്കും എല്ലാറ്റിനും ഉള്ള ഒരു സമയം കൊടുത്ത് നമ്മൾ ഷെഡ്യൂൾ ചെയ്തു പോകുമ്പോൾ നമുക്കൊരു ആശ്വാസം ആ വിഷയത്തിൽ ഉണ്ടാകും. അതാണ് മൂന്നാമത്തത്. 3 ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ സീന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. നാലാമത്തത്, ഗുഡ്. നാലാമത്തത് മക്കളെ സ്വയം ചെയ്യാൻ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. ക്ലോണിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ ഡെലിഗേറ്റ് എന്ന് പറയും. നമ്മൾ എന്താ വെച്ചാല് നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നതിന് പകരം നമുക്ക് ഏൽപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാകും. വീട്ടിൽ തന്നെ നമുക്ക് ഏൽപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ കുട്ടികളെ തന്നെ ചെറുപ്പം മുതലേ ശീലിപ്പിച്ചു കൊണ്ടുവരേണ്ട കാര്യങ്ങൾ ഉണ്ടാവും. ചിലർ ഓവർ കെയറിങ് ആയിട്ട് ചിലപ്പോൾ ഒന്നും ഇതാക്കാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാകുക. അപ്പൊ അത് ബോധപൂർവം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, അത് നീ അങ്ങോട്ട് ചെയ്യുന്ന പറഞ്ഞ് ദേഷ്യപ്പെടുന്ന ശൈലിയല്ല, മറിച്ച് അവരെ കൂടി അത് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കൊടുത്ത് അത് ചെയ്യുമ്പോ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞ് അവർക്ക് അതിനുള്ള പ്രോത്സാഹനം നൽകി, അത് മറ്റുള്ളവരുടെ മുമ്പിൽ എടുത്തു പറഞ്ഞ് അത് ലേബൽ ചെയ്ത് കണ്ടീഷനിങ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കുട്ടികൾക്ക് ചെറുപ്പം മുതലേ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് മക്കൾ വരും. ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവര് എണീക്കുമ്പോ, ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ, അവര് എണീക്കുമ്പോ അവരുടെ ബെഡ്ഷീറ്റ് അവരെന്ത് ചെയ്യണം, മടക്കി വെക്കണം. അതൊരു ശീലമാക്കി കൊണ്ടുവന്നാൽ അത്രയും പണി നമുക്ക് കുറയും. അപ്പൊ ചിലപ്പോ പിന്നെ ശരിയായിക്കോണമെന്നില്ല, തുടക്കത്തിൽ ശരിയായിക്കോണമെന്നില്ല. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു പെർഫെക്ഷൻ മദറായി മാറിയാൽ ഭയങ്കര പ്രയാസമായിരിക്കും. ഒന്നും ചെയ്യാൻ അയക്കൂല. നീ ഒന്നും ചെയ്താൽ ശരിയാവൂല. ആ കുട്ടി ജീവിതകാലത്ത് പിന്നെ ചെയ്യൂല. അത് ഘട്ടം ഘട്ടമായിട്ട് അവര് ചെയ്യുമ്പോ അതിൽ പിഴവുകൾ ഉണ്ടാകും. മെച്ചി ഒന്ന് ഈ ജ്യൂസ് ചെയ്യാൻ ഉണ്ടാക്കാം, മെച്ചി അത് ഞാൻ ഒന്ന് കട്ട് ചെയ്യാം. നീ ഒന്ന് കട്ട് ചെയ്താൽ ശരിയല്ല, മറന്നാ ഞാൻ എന്നെ ചെയ്താലാണ് ആകുള്ളൂ. അങ്ങനെ നമുക്ക് നിലപാടുണ്ടോ? ഇൻഷാ അല്ലാഹ് പെർഫെക്ഷൻ എന്നുള്ളത് പറയേണ്ട വിഷയമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പെർഫെക്ഷൻ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് സംഘർഷങ്ങൾ, പ്രയാസങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അനുഭവിക്കും. അപ്പൊ നമ്മളത് ഉൾക്കൊള്ളുക. കുട്ടികളാണ്, അവർ ചെയ്യട്ടെ. അവരുടെ പിഴവുകൾ വരും, പിഴവുകൾ വന്നവർ ചെയ്യട്ടെ, പഠിക്കട്ടെ അവർ. അതാണ് ജീവിതത്തിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ. നമ്മൾ അതിനൊന്നും അയക്കൂല. അപ്പൊ കുട്ടികൾക്ക് പലപ്പോഴും എൻഗേജ് ആകാൻ അവസരം ഉണ്ടാവില്ല. അവസാനം അവരെങ്ങോട്ട് പോകും? അവർ മൊബൈലിലേക്ക് തന്നെ തിരിച്ചു പോകും. അപ്പൊ നമ്മൾ പടിപടിയായിട്ട് അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം. മുതിർന്ന കുട്ടികൾ ടീനേജിലേക്കൊക്കെ എത്തുമ്പോൾ അവർക്ക് പിന്നെ പല വിഷയങ്ങളിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പല കാര്യങ്ങളും, അവരുടെ ഒരു
പിന്നെ കാര്യമായിട്ട് തന്നെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകും. അവിടെ ഒരിക്കലും അവരെ ആക്ഷേപിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന, വിമർശിക്കുന്ന ശൈലിയല്ല നമുക്ക് വേണ്ടത്. അവരെ കൂട്ടിപ്പിടിക്കുന്ന, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന, മാഷാ അല്ലാഹ് എന്റെ മോള് എനിക്കുള്ളത്, എന്റെ മോൻ എനിക്കുള്ളത് വലിയ ആശ്വാസമാണ് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വരെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകണം എന്നുള്ളതാണ്. അതാണ് നാലാമത്തത്. അഞ്ചാമത്തത്, ഓക്കെ അല്ലേ? ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓക്കെ എന്ന് ടൈപ്പ് ചെയ്യാം. അഞ്ചാമത്തത് ദിക്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. എന്താണ് ദിക്റും വീട്ടുജോലിയും തമ്മിലുള്ള ബന്ധം? ആ ബന്ധാണ് നിങ്ങൾ ഈ കാണുന്ന ഹദീസിലുള്ളത്. അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഭാര്യ നബിയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ റസൂലുള്ളാന്റെ അടുക്കൽ വന്നു. തസ്അലുഹു ഖാദിമ, എന്തിനാ വന്നത്? ഒരു ഖാദിനെ, ഒരു വേലക്കാരനെ, ഒരു സെർവന്റിനെ ചോദിച്ചിട്ടാ റസൂലുള്ളാന്റെ അടുക്കൽ വന്നത്. നബി, ഒരു വേലക്കാരനെ എനിക്ക് തരും, കാരണം വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താ അറിയോ? അല ഉഖ്ബിറുകി മാ ഹുവ ഖൈറുൽ ലകി മിൻഹു. ഫാത്തിമ, നിനക്ക് ഒരു വേലക്കാരനെ തരുന്നതിനേക്കാൾ ഹൈറായ ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? തുസബ്ബിഹീന അല്ലാഹ ഇൻദ മനാമികി 33. നീ 33 തവണ ഉറങ്ങാൻ കിടക്കുമ്പോ സുബ്ഹാനല്ലാഹ് എന്ന് പറയണം. വതഹ്മദീന അല്ലാഹ 33. നീ 33 തവണ ഉറങ്ങാൻ കിടക്കുമ്പോ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. വതുകബ്ബിരീന അല്ലാഹ 34. 34 തവണ ഉറങ്ങാൻ കിടക്കുമ്പോ അല്ലാഹു അക്ബർ എന്ന് പറയണം. ഇതവര് ശീലമാക്കാണ്. ഈ ഹദീസ് വിശദീകരിച്ച് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ദിക്റുകൾ ഒരാൾക്ക് മാനസിക ശക്തി മാത്രമല്ല നൽകുക, ശാരീരിക ശക്തി വരെ നൽകും എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത് ശാരീരികമായ, ഭൗതികമായ ജോലികൾ ചെയ്യാനുള്ള ഒരു ഹെൽപ്പർ ചോദിച്ചിട്ടാ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വന്നത്. പക്ഷെ റസൂലുള്ളാഹ് അതിനേക്കാൾ ഹൈറായിട്ട് പഠിപ്പിച്ചു കൊടുത്തത് ദിക്റുകൾ ചെല്ലാനാണ്. പ്രത്യേകിച്ച് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ ദിക്ർ, അത് ചൊല്ലുമ്പോൾ ഒരാൾക്ക് ശാരീരികമായ ഉന്മേഷവും ശക്തിയും ആ ദിക്റിലൂടെ നേടാൻ പറ്റും. അതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമ്മൾ എത്ര ആളുകൾ ദിക്റുകളെ അത്രത്തോളം ഗൗരവത്തോടെ എടുത്തിട്ടുണ്ട്? എത്ര ആളുകൾ ഈ ദിക്ർ മനസ്സറിഞ്ഞ് മനസ്സാന്നിധ്യത്തോടുകൂടെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലാറുണ്ട്? നമ്മുടെ സ്ട്രെസ് നമുക്ക് ഇല്ലാതാകണ്ടേ? നമുക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടണ്ടേ? അപ്പൊ ദിക്റും ഖുർആനിന്റെ പാരായണമൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിൽ വേണം. സൂറത്തുൽ ബഖറ നമ്മൾ പാരായണം ചെയ്യണം. അപ്പോഴൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ശൈത്താൻ പോകുകയാണ്, ശൈത്താൻ വിരണ്ട് ഓടുകയാണ്. മാഷാ അല്ലാഹ്, ബറകല്ലാഹു ഫീക്. അത് നമ്മൾ ചെയ്യുമ്പോഴാണ്, ശീലമാക്കുമ്പോഴാണ്, മനസ്സറിഞ്ഞ് ചെയ്യുമ്പോഴാണ്, ഇഖ്ലാസോടുകൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് ശാരീരികമായ ശക്തി വരെ അള്ളാഹു നൽകും ഇൻഷാ അല്ലാഹ്. അതാണ് അഞ്ചാമത്തെ മാർഗം. ആറാമത്തെ അവസാനത്തെ മാർഗം നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ കാര്യത്തിലും ദീനിയായ ഒരു ജീവിതവും തവക്കുലും ദിക്റും ദുആയും വിശുദ്ധ ഖുർആനിന്റെ പാരായണവും ഒക്കെ ഉണ്ടാകുമ്പോ തന്നെ റബ്ബ് റഹ്മാനായ റബ്ബ് നമുക്ക് അതിലൊക്കെ ഒരു ബറക്കത്ത് നൽകും. അള്ളാഹു അതിലൊക്കെ ഒരു എളുപ്പം പ്രദാനം ചെയ്യും എന്നുള്ളതാണ് പൊതുവിൽ. ഇനി എന്തെങ്കിലും ഒരു ജോലി നമുക്ക് പ്രയാസമായി തോന്നുന്നുണ്ട് എങ്കിൽ പ്രവാചകൻ അതിന് വരെ നമുക്ക് പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ലൻ വഅൻത തജഅലുൽ ഹസന ഇദാ ശി'ത സഹ്ല.
അല്ലാഹുമ്മ അല്ലാഹുവേ, ലാ സഹല റബ്ബേ ഒരു എളുപ്പവുമില്ല, ഇല്ല മാ ജഅൽതഹു സഹല നീ എളുപ്പമാക്കിയതല്ലാതെ, വ അൻത തജ്അലുൽ ഹസ്ന നീ ഒരു പ്രയാസത്തെ, ഒരു ദുഃഖത്തെ, ഒരു ബുദ്ധിമുട്ടിനെ നീ ആക്കി മാറ്റുന്നു. ഇദാ ശിഅ്ത നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ സഹല എളുപ്പാക്കി മാറ്റുന്നു. അപ്പൊ നമുക്കാണ് ഒരു കാര്യം പ്രയാസാകുന്നത്. ആ ഒരു പ്രയാസത്തെ റഹ്മാനായ റബ്ബ് നമുക്ക് എളുപ്പമാക്കി തരാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന. സാധാരണ പ്രസവത്തിന്റെ സന്ദർഭങ്ങളിലൊക്കെ പല ആളുകളും പ്രാർത്ഥിക്കുന്ന, എളുപ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. പരീക്ഷയുടെ സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കുന്ന, ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല, പൊതുവിലാണ്. ഏതൊരു കാര്യം നമുക്ക് പ്രയാസമായി തോന്നിയാലും, ഒരു ബുദ്ധിമുട്ടായി തോന്നുമ്പോഴൊക്കെ ഇത് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഇതിന് വലിയ റിസൾട്ട് ഉണ്ടാവും. വീട്ടു ജോലിയാകാം, എന്തും ആകാം. അപ്പൊ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വ അൻത തജ്അലുൽ ഹസന ഇദാ ശിഅ്ത സഹ്ല. ഈ പ്രാർത്ഥന എത്ര ആളുകൾക്ക് ദർസിന്റെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ? ഒന്ന് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഷിഫ മാം പോസ്റ്റ് ചെയ്യും. ഓക്കെ, ചെയ്യണം. ഓക്കെ, ചെയ്യാം. അത് ചെയ്യും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളത് പഠിക്കണം. ഓക്കെ, ഇത് പഠിക്കുകയും ചെയ്യണം. അതൊക്കെ പഠിക്കണ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടിക്കലാക്കണേ. പ്രാക്ടിക്കലാക്കുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹ് മീനിങ്ങോട് കൂടെ തന്നെ ഇടാം. അള്ളാഹു നമുക്ക് ഒരുപാട് എളുപ്പം ഇൻഷാ അല്ലാഹ് പ്രദാനം ചെയ്യും. ഇപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് വളരെ പ്രധാനപ്പെട്ട 7 കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് സ്വസ്ഥതയോടുകൂടെ, സമാധാനത്തോടുകൂടെ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ജോലികൾ വരെ ആ സ്ട്രെസ്സിൽ നിന്ന് ഒരു ആസ്വാദനത്തിലേക്ക് പോകുന്ന അവസ്ഥ തീർച്ചയായും നമുക്ക് പറ്റും. ഇത് കൃത്യമായ മാർഗദർശനമാണ്. ഈ 6 നമ്മൾ പകർത്തണം. ഇത് പകർത്താതെ നമ്മൾ പോകുമ്പോൾ വീണ്ടും നമുക്ക് സ്ട്രെസ്സും കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് ദീൻ കേൾക്കുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് പകർത്തുകയും ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുക. നമ്മുടെ ഈ ഒരു ദർസ് എന്നുള്ളത് ഒരുപാട് ആളുകൾക്ക് ഇന്നത്തെ വിഷയമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുപോലെ ഒരുപാട് സഹോദരന്മാർ ഇങ്ങനെ മാനസികമായി പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ, അവരിലേക്കൊക്കെ നമുക്ക് എത്തേണ്ടതുണ്ട്. അവരൊക്കെ നമ്മുടെ ദർസിന്റെ കമ്മ്യൂണിറ്റിയിൽ വരണം. അവർക്ക് നമ്മളൊരു ഫ്രീ ക്ലാസ് ആയിട്ട് നമ്മൾ വെക്കാൻ കാരണം കുറെ ആളുകളെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ പോസ്റ്ററുകൾ എല്ലാ ശനിയാഴ്ചയും നമ്മുടെ ഗ്രൂപ്പിൽ വരും, അതിന്റെ ലിങ്കും വരും. അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഗ്രൂപ്പുകളിലും നിങ്ങളത് സ്ഥിരമായിട്ട് സ്റ്റാറ്റസ് വെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ ജസ്റ്റ് സ്റ്റാറ്റസ് ഒക്കെ ആയിരിക്കും ചെയ്യേണ്ട, ജസ്റ്റ് നമ്മുടെ കുടുംബക്കാർക്ക് അയച്ചു കൊടുക്കായിരിക്കും ഉണ്ടാകേണ്ട. പക്ഷെ അതിലൂടെയൊക്കെ ഒരുപാട് ആളുകൾക്ക് സമാധാനം കിട്ടുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ നന്മയാണത്. ഒരുപാട് ആളുകൾ ദീന് പഠിക്കുകയായിരിക്കും ചെയ്യണ്ടാകുക. ഒരുപാട് ആളുകൾ ഇതിലൂടെ യഥാർത്ഥ ദീനിലേക്ക് വരികയായിരിക്കും ചെയ്യണ്ടാകുക. പല നന്മകളും ജീവിതത്തിൽ പകർത്തി അവർക്ക് സമാധാനമുള്ളൊരു ജീവിതം സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് അങ്ങനെയെങ്കിലും കാരണക്കാരായിക്കൂടെ? അത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക. നമ്മളൊരു പോസിറ്റീവ് കമ്മ്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ആളുകൾ സ്ട്രെസ്സിലാണ്, ജീവിതത്തിൽ മടുപ്പ്, പ്രത്യേകിച്ച് ഈ വീട്ടു ജോലിയൊക്കെ. നമ്മൾ അതുകൊണ്ടാണ് അങ്ങനത്തെ ടോപ്പിക്സ് പ്രത്യേകം എടുക്കല. മുസ്ലിം വീട്ടമ്മമാർക്ക്, സഹോദരിമാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വിഷയങ്ങളാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഒരു പ്രചാരകരായി കൂടി ഇൻഷാ അല്ലാഹ് മാറുക. ഇതിൽ നമ്മൾ ലൈവായിട്ട് തന്നെ പങ്കെടുക്കുക. ഇതിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുക. റഹ്മാനായ റബ്ബ് നമുക്കൊക്കെ ഇതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നന്മകളെ ജീവിതത്തിന്റെ ഭാഗമാക്കാനും ഈമാനോടുകൂടെ ഈ ലോകത്തോട് വിട പറയാനുമുള്ള തൗഫീഖ് റബ്ബ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബറകല്ലാഹു ഫീക്കും, ജസാകുമുല്ലാഹു ഖൈറ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.